കേരളത്തിൽ വീണ്ടും ലവ് ജിഹാദിന്റെ പേരിൽ ഒരു ആത്മഹത്യ. യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് ഉണ്ടോ? ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2009 ആദ്യമായി ലവ് ജിഹാദ് എന്നൊരു പരിപാടി കേരളത്തിൽ ഉണ്ട് എന്ന് ആദ്യമായി പറഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം നമ്മുടെ കേരള മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ലവ് ജിഹാദ് ഇല്ല എന്ന്. അതുപോലെ തന്നെ DGP ആയിരുന്ന ജേക്കബ് പുന്നൂസും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ലവ് ജിഹാദ് എന്നൊരു സംവിധാനം ഇല്ല എന്ന്. നമ്മുടെ കോടതിയിൽ പല കേസുകൾ പോയിട്ടും അവിടെയും കോടതിയും പറയുന്നു ലവ് ജിഹാദ് എന്നൊന്നില്ല എന്ന്. എന്നാൽ കേരളം 2009 മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ലവ് ജിഹാദ് എന്നത്. ഇന്ന് മൊബൈലില്ലാത്ത ആൾക്കാർ കേരളത്തിൽ 95% പേരുടെ കയ്യിലും മൊബൈലുണ്ട്. വളരെ കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രമേ മൊബൈൽ ഇല്ലാതുള്ളൂ. കോളേജിലും സ്കൂളിലും ഒക്കെ പോകുന്ന കുട്ടികളുടെ കയ്യിലെല്ലാം ഏകദേശം കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ ആയ കുട്ടികളുടെ എല്ലാം കയ്യിലും മൊബൈലുണ്ട്. ഈ മൊബൈലിലൂടെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും തത്സമയം തന്നെ എല്ലാവരും അറിയുകയും ചെയ്തു. 23 വയസ്സുള്ള സോന എന്ന് പറയുന്ന കുട്ടിയാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ലവ് ജിഹാദിൻ്റെ പേരിലാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പ്രേമിച്ച് മതം മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് മതം മാറാൻ സമ്മതമല്ല. അതുകൊണ്ട് തന്നെ കുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ പയ്യൻ പീഡിപ്പിക്കുകയും അവളെ മതം മാറാൻ വളരെയേറെ നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ ആ കുട്ടിക്ക് സഹികെട്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ കേസിൻ്റെ ഒരു രീതി പറയുന്നത്. അതിന് ആത്മഹത്യക്ക് കാരണം ഇതാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് മദ്യമുണ്ട്, അത് കുടിക്കരുത്, അത് നമ്മുടെ ശരീരത്തിന് കേടാണ് എന്ന് കുട്ടികളോട് പറഞ്ഞു വരും. സിഗരറ്റ് വലിക്കരുതെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. കഞ്ചാവ് വലിക്കരുത്, മയക്കുമരുന്ന് ലോബികളിൽ ഉൾപ്പെടരുത് എന്നെല്ലാം നമ്മൾ കുട്ടികളെ ബോധവൽക്കരിക്കും. ഇതെല്ലാം കുട്ടികൾ അനുസരിക്കുന്നുമുണ്ട്. ചെറിയൊരു വിഭാഗം എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാതെ പോകുന്നവരുമുണ്ട്. എന്നാൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ എല്ലാ മതക്കാരും, അത് ഇന്ന മതക്കാരെന്നൊന്നും പറയണ്ട, എല്ലാ മതക്കാരും ചെയ്യുന്ന പ്രവൃത്തിയാണ് കോളേജിൽ പഠിക്കുന്ന പിള്ളേർ അവർ പ്രേമിക്കുക എന്നുള്ളത്. നമ്മളിന്ന് കോളേജിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടികളോട് നിങ്ങൾ പ്രേമിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വയലൻ്റ് ആവും. അതുകൊണ്ട് പ്രേമത്തെ നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ഒരു അടുപ്പമാണ്. എന്നാൽ ആ അടുപ്പം, മനസ്സുകൾ തമ്മിലുള്ള അടുപ്പത്തിന് പകരം ശാരീരികമായ അടുപ്പത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തലപൊക്കുന്നത്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പയ്യൻ, ഏതൊരു പയ്യനായാലും ശരി തന്നെ, സ്ത്രീ ശരീരത്തിലേക്ക് അവരെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ പയ്യൻ ഒരു കാരണവശാലും ആ പെൺകുട്ടിയെ കെട്ടാൻ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പറയും ഒരു മതക്കാരും മാത്രമാണ് അവരുടെ പെൺകുട്ടികളെ വിട്ടുതരില്ല, അവരുടെ ആൺകുട്ടികളാണ് ഇതെല്ലാം ചെയ്യുന്നു എന്നൊരു വാദം വരുന്നുണ്ട്. ശരിയാണ്, അവരുടെ പെൺകുട്ടികളെ അവർ വിട്ടുതരില്ല. അവർ കൊച്ചിലെ മുതൽ അവരെ ബോധവൽക്കരിച്ചാണ് വളർത്തുന്നത്. മറ്റു മതസ്ഥർ നമുക്ക് പ്രശ്നമാണെന്നും അത് പാടില്ല എന്നും, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ മതത്തിലെ ആൾക്കാരെ തന്നെ ഇഷ്ടപ്പെടണമെന്നും ഒക്കെ പറഞ്ഞ് ബോധവൽക്കരിച്ചാണ് അവർ വളർത്തുന്നത്. അതുകൊണ്ടാണ് അവരിൽ നിന്നുള്ള കുട്ടികൾ വളരെ തുച്ഛമായിട്ട് മാത്രമേ പോകുന്നുള്ളൂ. എന്നാലും ചാടി പോകുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ എത്ര കുട്ടികളാണ് അങ്ങോട്ട് ചാടി പോയിരിക്കുന്നത്? പെൺകുട്ടികൾ, ആൺകുട്ടികളും പോകുന്നു. എത്രയോ പേര് സുഖമായിട്ട് കല്യാണം കഴിച്ച് രണ്ട് മതസ്ഥർ ജീവിക്കുന്നു, സുഖകരമായി ജീവിക്കുന്നു. എണ്ണിപ്പറയാവുന്ന ജനങ്ങൾ തന്നെ നമുക്ക് കേരളത്തിലുണ്ട്. ഓരോ വർഷവും പുതിയ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ ചില കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികൾ തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങൾ അടുത്ത് കഴിയുമ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ പിന്നെ ഒഴിയാൻ പറ്റാതാകുമ്പോൾ അവർ ഇത്തരം ആരോപണങ്ങളിലേക്ക് വന്നു പെടുകയാണ് ചെയ്യുന്നത്. ഈ സോനയെ പ്രേമിച്ച പയ്യനെ കുറിച്ച് ആ നാട്ടുകാർക്ക് ഒരു അഭിപ്രായവും നല്ലതില്ല. എന്തേ ഈ കുട്ടി മാത്രം ഇതൊന്നും അറിഞ്ഞില്ല? അല്ലെങ്കിൽ കുട്ടിയുടെ വീട്ടുകാർ ഇതൊക്കെ അന്വേഷിക്കേണ്ടേ, അറിയണ്ടായിരുന്നേ? അവർക്ക് നേരത്തെ അറിയാമായിരുന്നു ഈ പെൺകുട്ടി ഈ ചെറുക്കനും തമ്മിൽ പ്രേമമാണെന്ന് അറിയാമായിരുന്നു. അവളത് പറഞ്ഞിരിക്കുന്നു വീട്ടിൽ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അന്വേഷിക്കേണ്ടതല്ലേ? അന്വേഷിച്ച് ഇതിൽ നിന്ന്, ഈ ബന്ധത്തിൽ നിന്നും മാറ്റിയെടുക്കേണ്ടതായിരുന്നില്ലേ? അവരതിന് തുനിഞ്ഞില്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ വളർത്തേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നേരെയാക്കി വളർത്തേണ്ടതാണ് നമ്മുടെ ആവശ്യം. അല്ലാതെ മറ്റുള്ള സമൂഹത്തിലെ എല്ലാ കുട്ടികളെയും നമ്മൾ നേരെയാക്കിക്കൊണ്ട് നമുക്ക് നേരെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഈ കഞ്ചാവും മയക്കുമരുന്നും മദ്യവും പോലെ തന്നെ ലഹരിയാണ് ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യം നമ്മുടെ സമൂഹത്തിനുണ്ട്. നമ്മുടെ മതങ്ങളൊന്നും, എല്ലാ മതങ്ങളെയും ഞാൻ പറയുന്നില്ല, അതിൽ ഒരു വിഭാഗം മതക്കാർ മാത്രമാണ് ഈ കുട്ടികളെ കുറേയൊക്കെ ബോധവൽക്കരിച്ച്. അതൊക്കെ കുറേയൊക്കെയാണ്. കുറച്ച് കുട്ടികൾക്ക് കുറേ അനുസരിക്കുന്നുണ്ട്, എന്നാലും നല്ലൊരു പെർസെൻറ്റേജ് അനുസരിക്കുന്നുണ്ട്. എന്നാൽ കുറേ കുട്ടികൾ ചാടി പോകുന്നുണ്ട്. അവർ കൂടുതലും നല്ല ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. അവരെ മതത്തെക്കുറിച്ചുള്ള ബോധവും സമൂഹത്തിൽ ഇങ്ങനെയുള്ള വിപത്തുകളുണ്ടെന്നും നിങ്ങളതിലൊന്നും ഉൾപ്പെടരുതെന്നും എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല ബോധവൽക്കരിച്ച് നടത്തുന്നുണ്ട്. എന്നാലും നമ്മുടെ നോക്കൂ, അച്ഛന്മാരൊക്കെ തന്നെ ചെയ്യുന്നത്, അവർക്ക് ക്രിസ്ത്യൻ കുട്ടികളാണ് ഇതിൽ കൂടുതൽ ഉൾപ്പെട്ട്
പുറകോട്ട് ചാടിപ്പോകുന്നവരും കൊണ്ടുപോകുന്നതും ക്രിസ്ത്യൻ കുട്ടികളെയാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ക്രിസ്ത്യൻ കുട്ടികളെന്ന് പറയുന്നത് വേദോപദേശ ക്ലാസ്സിൽ പോകാത്ത ഒരു കുട്ടികളും ഉണ്ടാവില്ല. കാരണം അവർക്ക് ആദ്യ കുർബാന എടുക്കണമെങ്കിൽ 10ാം ക്ലാസ് വരെ വേദോപദേശ ക്ലാസ് 10ാം ക്ലാസ് പാസ്സായാൽ മാത്രമേ ആദ്യ കുർബാന എടുക്കാൻ കഴിയുള്ളൂ. ആ ആദ്യ കുർബാന എടുക്കണേ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇത്തരം ബോധവൽക്കരണം ഈ അച്ഛന്മാർ നടത്തി കൊടുക്കുന്നില്ല? ഇവന്മാരിങ്ങനെ തിന്ന് കുടിച്ച് വിത്ത് കാളകളെ പോലെ നടക്കുന്നതല്ലാതെ ഈ കുട്ടികൾക്കൊരു ബോധവൽക്കരണം കൊടുക്കുന്നില്ല. കഞ്ചാവും മയക്കുമരുന്നും മദ്യവും ഒക്കെ സമൂഹത്തിൽ ഉള്ളതുപോലെ തന്നെ ഇങ്ങനെ ചില വിപത്തുകളും ഒക്കെ കേരളത്തിലുണ്ടെന്നും നിങ്ങൾ ഇതിലൊന്നും ചെന്ന് പെടരുതെന്നും എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് ബോധവൽക്കരിക്കുന്നില്ല? 10ാം ക്ലാസ് വരെ വേദോപദേശ ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം 10, 15, 16 വയസ്സായ ഒരു കുട്ടിയാണ്. ഈവൻ അല്ലെങ്കിൽ ഒരു 13 വയസ്സെങ്കിലും ആവുന്ന ഒരു കുട്ടിയാണ് വേദോപദേശ ക്ലാസ്സിൽ 10ാം ക്ലാസ് പാസ്സാവുന്ന ഒരു കുട്ടി. ആ കുട്ടിയെ പോലും ഒരു ബോധവൽക്കരിക്കാനുള്ള കഴിവ് ഇവർക്കില്ല. പിന്നെ മറ്റുള്ളവർ കൊണ്ടുപോകുന്നതിൽ എന്താണ് ഇത്ര അതിശയപ്പെടാനും ഇരുന്ന് കരയാനും? നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാതെ കൊണ്ടുപോകുന്നവരുടെ പിറകെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളെ വീട് തുറന്നിട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി പറ്റി വരുമ്പോൾ കള്ളം കയറി സാധനങ്ങൾ എടുത്തോണ്ട് പോയി. കള്ളനിഞ്ഞോട്ട് വന്ന് നോക്കിയപ്പോൾ കഥവെല്ലാം തുറന്ന് കിടക്കണ ഈസി ആയിട്ട് എടുത്തോണ്ട് പോകാൻ പറ്റുന്നു. എന്നാൽ നമ്മൾ ആ ഡോറുകളെല്ലാം പൂട്ടി നല്ല ബന്ധസാക്കി വച്ചിരുന്നെങ്കിൽ കള്ളന് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ തിയറിയാണ് ഒരു വിഭാഗം മതസ്ഥർ ചെയ്യുന്നത്. അവരുടെ കുട്ടികളെ ബന്ധസാക്കി വയ്ക്കാൻ ശ്രമിക്കുന്നു, എന്നാലും ചാടിപ്പോകുന്നുണ്ട്. അത് പോയിക്കോട്ടെ, എത്ര സൂക്ഷിച്ചാലും പോകുന്നതിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഇവിടെയും ഹിന്ദു മതത്തിലെ കുട്ടികളും ക്രിസ്തു മതത്തിലെ കുട്ടികളും കുട്ടികളെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. കൊച്ചിലെ മുതലേ അവരെ നല്ല കെയർ ചെയ്ത് വളർത്തിയിരുന്നെങ്കിൽ ഇത്തരം അപകടങ്ങളിൽ ചെന്ന് ചാടത്തില്ലായിരുന്നു. ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. 2009 മുതൽ ഇവിടെ നടക്കുകയാണ്, വളരെയേറെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് നമ്മുടെ വേദോപദേശ ക്ലാസ്സുകളിലും ഹിന്ദുക്കൾ അവരുടെ രാമായണ ക്ലാസ്സുകളിലും അതിലും ഇതിലൊക്കെ ബോധവൽക്കരിച്ച് കുട്ടികളെ കൊണ്ടുവരുന്നില്ല? അങ്ങനെ കുട്ടികളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ കുട്ടികൾ ഇത്രയും പെട്ടെന്ന് ചെന്നിട്ട് ഇവരുടെ വലകളിൽ വീഴത്തില്ലായിരുന്നു. ഇപ്പൊ ഈ പ്രേമിച്ച് കൊണ്ടുവരുന്നത് ഒരു മതക്കാർ മാത്രമാണ്. മുസ്ലിം പെൺകുട്ടികളെ എത്രയോ ക്രിസ്ത്യാനികൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചിരിക്കും. അതേപോലെ തന്നെ എത്രയോ ഹിന്ദു പെൺകുട്ടികളെ ക്രിസ്ത്യാനികൾ കല്യാണം കഴിച്ചിരുന്നു, ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്നു, മുസ്ലിം പയ്യന്മാർ ഹിന്ദു പെൺകുട്ടികളെ കല്യാണം കഴിച്ചിരിക്കുന്നു. ഇതെല്ലാം മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. 1921 സഹോദരൻ അയ്യപ്പനാണ് ആദ്യം മിശ്ര ഭോജനവും മിശ്ര വിവാഹവും ഒക്കെ കൊണ്ടുവന്നത്. അത് സമൂഹത്തിൽ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്, സമൂഹത്തിൽ സമത്വം ഉണ്ടാവാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ കൊണ്ടുവന്നത്. എന്നാൽ അത് ഇന്ന് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്കാണ് കാരണമായി മാറിയിരിക്കുന്നത്. ഇത് ഒരു ഐക്യമില്ലായ്മയാണ് ഇതിൽ നമ്മൾ കാണുന്നത്. പരസ്പര ധാരണയില്ലാതെ മതങ്ങൾ തമ്മിലുള്ള ഒരു വെല്ലുവിളിക്കും സംഘർഷത്തിനുമൊക്കെയാണ് ഇത് കാരണങ്ങളായി മാറുന്നത്. ഇതൊക്കെ നമ്മൾ അവസാനിപ്പിക്കേണ്ടത്, കുട്ടികളെ ബോധവൽക്കരിച്ച് വളർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇത്തരം കുട്ടികൾക്കോട് ഒരു പയ്യൻ വിവാഹാഭ്യർത്ഥന നടത്തുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും പറയാലോ, നിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ മതം മാറത്തില്ല, നീ ഇനി എത്ര തന്നെ ശ്രമിച്ചാലും ഞാൻ മതം മാറില്ല എന്ന് ആദ്യമേ തന്നെ അവൾ സൂചന കൊടുക്കണം. ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ എൻ്റെ മരണം വരെ ഞാൻ മതം മാറില്ല, നിനക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്നെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്നൊരു നിലപാട് ഈ കുട്ടി സ്വീകരിക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ഇത് അറിയാവുന്നുള്ളതുകൊണ്ടല്ലേ. ഈ കുട്ടിക്ക് മയക്കുമരുന്ന് കൊടുത്താൽ കുട്ടി ഉപയോഗിക്കുമോ? ഈ കുട്ടിക്ക് കഞ്ചാവ് കൊടുത്താൽ ഈ കുട്ടി ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇത് മാത്രം എന്തുകൊണ്ട് ഈ കുട്ടികൾ ചെയ്യുന്നു? അതിനാണ് ബോധവൽക്കരിക്കാത്തതിന്റെ പ്രശ്നമാണിത്. കഞ്ചാവും മയക്കുമരുന്നും മദ്യവും ഒക്കെ കണ്ടാൽ തിരിച്ചറിയുന്ന കുട്ടികളിൽ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ആ കുട്ടികൾക്ക് എന്തുകൊണ്ട് ആദ്യമേ ഇങ്ങനെ ഒരു നിലപാട്? ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഈ കുട്ടിക്ക് പറയണം നീ കുടിക്കൂ എന്ന് പറഞ്ഞാൽ കുട്ടി പറയും ഞാൻ കുടിക്കില്ല എന്നതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലും കുട്ടികൾക്ക് ശക്തമായ നിലപാടെടുക്കാനുള്ള സാഹചര്യങ്ങളാണ് മാതാപിതാക്കളും മതപണ്ഡിതന്മാരും ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അല്ലാതെ മതപണ്ഡിതന്മാരിങ്ങനെ ലോവയൊക്കെ ഇട്ട് തിന്ന് കുടിച്ച് വിത്തുകാളകളെ പോലെ നടന്ന് ഈ എന്തും പറഞ്ഞു നിങ്ങൾ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, പണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഞങ്ങൾക്ക് പള്ളിയിൽ പണം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ ചെന്ന് അപകടങ്ങളിൽ ചാടും. ആ ചാടിക്കഴിഞ്ഞ് പഴം കാക്കക്കൊത്തി തിന്നതിന് ശേഷം പഴം കാക്കക്കൊത്തി തിന്നേന്ന് കിടന്ന് നിലവിളിക്കുന്നതല്ല ആവശ്യം. കുട്ടികളെ ബോധവൽക്കരിക്കുക. ഓരോ ഇടവകൾക്കും അറിയാമല്ലോ, എൻ്റെ ഇടവകയിൽ ഇത്ര പെൺകുട്ടികളുണ്ട്, ഇത്ര പേരുണ്ട്, ഇത്ര പേരുടെ വേദോപദേശ ക്ലാസ്സിൽ വരുന്നുണ്ട്, ഈ കുട്ടികളൊക്കെ എങ്ങോട്ട് പോകണം, എന്തിനു പോകുന്നു? അവർ ഇത് വേദോപദേശ ക്ലാസ്സിൽ പോകാത്ത ക്രിസ്ത്യൻ കുട്ടികൾ 99% ഉണ്ടാവില്ല. അവരെയൊക്കെ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഈ പണ്ഡിതന്മാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നില്ല? ലോവയായിട്ട് തിന്നോണ്ട് നടന്നാൽ മതിയാ? അതിന്റെ തകരാറാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇനിയെങ്കിലും അതൊക്കെ ചെയ്യുക, അല്ലാതെ മറ്റ് മതക്കാരെല്ലാം ഞങ്ങളുടെ കുട്ടികളെ പീഡിപ്പിക്കുന്നേ, ഇത് ലവ് ജിഹാദാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്ന് പറഞ്ഞ് കൊല വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ അവസാനിപ്പിക്കുക. ഇതൊന്നും ശരിയല്ല. കുട്ടികളെ മാന്യമായ രീതിയിൽ വളർത്താൻ ശ്രമിക്കുക. മയക്കുമരുന്നും കഞ്ചാവും മദ്യവും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ പ്രേമ വലയങ്ങളും കേരളത്തിലുണ്ട് എന്ന്
എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ മറ്റ് മതക്കാരെ നമ്മൾ ആരോപിച്ചത് കൊണ്ട് വലിയ കഥയൊന്നുമില്ല. അവരെ കുട്ടികളെ എന്താ അവരിങ്ങോട്ട് വിടുന്നില്ല? നിങ്ങളുടെ പെൺകുട്ടികൾ മാത്രം എന്തേ അങ്ങോട്ട് കയറി ചെല്ലുന്നു? അവരെ കുട്ടികൾ അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ അവർ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തേ കഴിയുന്നില്ല? പിന്നെ ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ, ആത്മാർത്ഥമായ പ്രണയമാണെങ്കിൽ, മരണം വരെ ഒന്ന് ജീവിക്കാനുള്ള ഒരു പ്രണയമാണെങ്കിൽ അതിനെ നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല. അതിൽ മതവും ജാതിയും ഒന്നും നോക്കേണ്ടതില്ല. ഈ മതവും ജാതിയൊക്കെ നശിച്ചു പോകേണ്ട ഒന്നാണ്. അത് മാറാൻ വേണ്ടിയിട്ടാണ് സഹോദരൻ അയ്യപ്പനൊക്കെ മിശ്ര വിവാഹങ്ങളൊക്കെ കൊണ്ടുവന്നത്. അതൊക്കെ ഇന്ന് മതങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടത്തല്ലിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളായി മാറിയിരിക്കും. ഇതെല്ലാം കേരളത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. സാംസ്കാരിക കേരളമാണ്. സാംസ്കാരിക കേരളത്തിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം സംസ്ഥാനത്തെ ജനങ്ങൾ ജീവിക്കേണ്ടത്.